ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു പറാത്തയാണ്. ഒരു മസാല പറാത്തയുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ലഞ്ചായിട്ട് അതുപോലെ തന്നെ ഡിന്നറായിട്ട് എല്ലാം കഴിക്കാൻ വേണ്ടി അടിപൊളിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത് റായത്തിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും നമുക്കിത് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നേ ഉള്ളൂ. സെപ്പറേറ്റ് ആയിട്ട് കറിയേണ്ട ആവശ്യമൊന്നും ഇതിനില്ല. അപ്പോൾ നമുക്ക് എത്രയും വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 കപ്പ് ആട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇത് ആട്ടേനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. മൈദേനെ കൊണ്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ആട്ടയാണ് കൂടുതൽ ബെസ്റ്റ്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ചപ്പാത്തിയുടെ മാവ് റെഡിയാക്കുന്നത് പോലെ തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. നല്ല അതേ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്കിപ്പോൾ ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് നീഡ് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. പൊടി കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല ബലം പ്രയോഗിച്ചിട്ട് തന്നെ നമ്മൾ ഈ മാവ് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൂട്ട് റെഡിയായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയി പോകും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കുറച്ച് ഓയിൽ ഒഴിക്കുന്നത്. വളരെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം തന്നെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്നെസ് കിട്ടൂല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ട മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ ഗരം മസാല പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ജീരകപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചാട്ട് മസാലയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. ചാട്ട് മസാല എന്ത് തന്നെയായാലും നമ്മളിതിലേക്ക് ചേർക്കണം, എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് വെള്ള എള്ളാണ്. ഇതിൻ്റെ അകത്ത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി ഇത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഈ വെളുത്ത എള്ള് നമ്മൾ ചേർക്കാൻ പ്രത്യേകം ഓർമ്മിക്കണം. ഇപ്പോൾ 20 മിനിറ്റെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഈ ചപ്പാത്തി പലകയിലേക്ക് കുറച്ച് മാവിടാം. അതിന് ശേഷം നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് തിന്നാക്കി പരത്താൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് പരത്തിയെടുക്കാം. ഒരു ചപ്പാത്തിയുടെ അത്രയും ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും വലുപ്പത്തിലാണ് ഞാനിപ്പോൾ അതിൻ്റെ കൂട്ട് ഉരുട്ടിയിട്ടുണ്ടായത്. അത് ഞാൻ ഇത്രയും നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മേലേക്ക് നെയ്യ് ഇനി പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആവുന്ന രീതിയിൽ തന്നെ നമുക്കിത് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നെയ്യ് പുരട്ടി കൊടുക്കാം. ഈ നെയ്യ് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് നമ്മളിതിൽ പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർക്കാം. മസാലപ്പൊടി ഇതുപോലെ കൈകൊണ്ട് എടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് മൊത്തമായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഈ എടുത്തു വെച്ച മസാല മൊത്തമായിട്ട് ഇതിലേക്ക് തീർക്കണ്ട. നമ്മളിപ്പോൾ എത്ര പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ മസാല റെഡിയാക്കി വെക്കാൻ. ഒരു 3 പൊറോട്ട 4 പൊറോട്ടക്കെല്ലാം എത്തുന്ന മസാലയാണ് ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ള എള്ളും കൂടി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. വെളുത്ത എള്ള് കുറച്ച് നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ മടക്കി ഇതിങ്ങനെ സ്റ്റെപ്പ് പോലെ മടക്കി എടുക്കാം. ഇതുപോലെ ഒന്നിനു മീതെ ഒന്നായിട്ട് ഇതുപോലെ മടക്കി എടുക്കാം. ഞാനിതൊന്ന് മടക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മളിതിൻ്റെ ഓർഡറിൽ തന്നെ മടക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിത് ലെയറായിട്ട് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുന്നത്. ഇപ്പോൾ കട്ടിക്ക് കറക്റ്റായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതുപോലെ പുരട്ടി കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമ്മളിത് ഒന്നുകൂടി നന്നായിട്ട് പ്രസ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ തന്നെ റോൾ ചെയ്തിട്ട് ഇതിൻ്റെ അറ്റമെല്ലാം ഇതിൻ്റെ ഉള്ളിലേക്ക് ചുരുട്ടിയിട്ട് നമുക്കിത് ഇളകിപ്പോകാത്ത വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. ആദ്യം നമുക്ക് ഇത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി റെഡിയാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ചപ്പാത്തി പലകയിലേക്ക് ഇങ്ങനെ കല്ലിലേക്ക് ഇതിങ്ങനെ കുറച്ച് പൊടി ഇട്ടിട്ട് നമുക്കിത് അധികം പ്രസ് ചെയ്യാണ്ട് കുറച്ച് നൈസായിട്ട് തന്നെ നമുക്കിതിനെ പരത്തിയെടുക്കാം. അധികം പ്രസ് ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു നൈസായിട്ട് കുറച്ച്
എന്നാൽ ബലം പ്രയോഗിക്കും വേണം. എന്നാൽ അധികം പരത്തി അതിൻ്റെ ആ ലെയർ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന രീതിയിലാക്കാൻ പാടില്ല. ഇതേപോലെ നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം. അത് ചപ്പാത്തി കോലിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി അധികം ഇടുക, എന്നിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൊടിയെല്ലാം തട്ടിക്കളയാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പൊറോട്ട ഇപ്പം കുക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, ദോശ പാൻ. എന്നിട്ട് അതിൽ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിലിന് പകരം ഞാൻ നെയ്യ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ നെയ്യ് ചേർക്കാം. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അധികം ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് അത് കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതിൻ്റെ മേലെ ഇതുപോലെ നെയ്യ് പുരട്ടി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അത് നല്ലോണം കുറച്ച് പൊന്തി വരുന്നുണ്ട്. നിങ്ങളിത് ഇതിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം കുറച്ചൊന്ന് പൊന്തി നല്ലൊരു ലെയറായിട്ട് തന്നെ കിട്ടും. ഇത് നമുക്കിത് ഒന്നുകൂടി തിരിച്ചിട്ട് കുറച്ചും കൂടി സമയം കുക്ക് ചെയ്തിട്ട് നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് രണ്ട് സൈഡും കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, ചുട്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ലെയറായിട്ട് എല്ലാ ലെയറും ഇതിൽ ഇളകി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിത് സാധാരണ പൊറോട്ട അടിച്ചെടുക്കുന്നത് പോലെ നമുക്കിത് അടിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ലെയറെല്ലാം നല്ലോണം തന്നെ വിട്ട് നിൽക്കും. പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഈ പൊറോട്ട ഇതുപോലെ തന്നെ ഇപ്പം തന്നെ നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇത് 2-3 പൊറോട്ട ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്കിത് ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കിത് അടിച്ചെടുക്കാം. അന്നേരത്തെ എല്ലാം നൂല് പോലെ ആയിട്ട് നമുക്ക് കുറച്ച് ലെയറായിട്ട് തന്നെ കിട്ടും. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന അത്രയും നമുക്ക് കിട്ടില്ല, കാരണം അത് മൈദേനെ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഗോതമ്പിനെ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ 2 പൊറോട്ടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ലെയറായിട്ട് നല്ല മസാലയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള മസാല പറാത്ത ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ തൈരിൻ്റെ അകത്ത് കുറച്ച് പച്ചമുളകും കുറച്ച് ഉള്ളിയും തക്കാളിയും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൽ കുറച്ച് അച്ചാറാണ് അടുത്ത പാത്രത്തിലുള്ളത്. ഈ 2 കാര്യങ്ങളും കൂട്ടി, ഈ സാലഡും ഈ അച്ചാറും കൂട്ടിയിട്ട് ഈ മസാല പറാത്ത കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അതിലുള്ള നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യാനും പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലെയുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള റെസിപ്പി ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.